തെങ്ങമത്ത് നിർധനയായ വയോധികയ്ക്കും ചെറുമകനും സന്നദ്ധ സംഘടനയുടെ നേതൃത്വത്തിൽ വീടൊരുക്കി നൽകുന്നു. തെങ്ങമം ചെങ്ങാതിക്കൂട്ടം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിലാണ് മഹനീയ പ്രവർത്തനം നടത്തുന്നത്. അതുമാത്രമല്ല, ചങ്ങാതിക്കൂട്ടം വെൽഫെയർ സൊസൈറ്റി ഒരു ചെറുപ്പക്കാരുടെ ഇവിടുത്തെ ഒരു കൂട്ടായ്മയാണ് നാട്ടിലെ. അവർ വളരെ നല്ലൊരു കാര്യമാണ് ചെയ്തത്. കാരണം ഇത്തരത്തിലുള്ള നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങൾ അവർ ഏറ്റെടുക്കുകയും അത് വളരെ പെട്ടെന്ന് ഈ അമ്മയ്ക്കും മകനും ഈ ഓണത്തോടുകൂടി ഒരു സ്വന്തമായിട്ടുള്ളൊരു വീട്ടിൽ താമസിക്കാൻ കഴിയുന്നൊരു സാഹചര്യം ഒരുക്കുകയും ചെയ്താണ്. ഇന്നിപ്പോൾ അതിൻ്റെ തറക്കല്ലിടൽ കർമ്മമാണ് നടന്നത്. ഒരുപാട് സന്തോഷത്തോടുകൂടി അമ്മ, ഞാനായിരുന്നു തറക്കല്ലിടാൻ പറഞ്ഞത്, പക്ഷേ ഞാൻ അമ്മയും കൂടെ ചേർന്നിടട്ടെ എന്ന് തീരുമാനിക്കുകയും അങ്ങനെ തറക്കല്ലിടുകയും ചെയ്തു. ശരിക്കും ഈ നാട്ടിൻപുറത്ത് തന്നെ ഇത്തരത്തിലുള്ള നന്മ നിറഞ്ഞ കാര്യങ്ങൾ ചെയ്യേണ്ടത്, ചെറുപ്പക്കാർ ചെയ്യുന്നത് ശരിക്കും കൈയടി കൊടുക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അതിൽ അവരെ ഒരുപാട് അഭിനന്ദിക്കുകയാണ്. തുടർന്ന് ഇത്തരത്തിലുള്ള നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങൾ ചെയ്യാൻ അവർക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു. ഇവിടെ ഞങ്ങളുടെ ഈ ആൾക്കൂട്ടം എന്ന് പറയുന്നത് ഞങ്ങളുടെ നാട്ടുകാരി ചന്ദ്രമതി അമ്മയ്ക്ക് ഞങ്ങൾ ചങ്ങാതിക്കൂട്ടം വെൽഫെയർ അസോസിയേഷൻ ഒരു വീട് വെച്ച് കൊടുക്കുകയാണ്. അച്ഛനോ അമ്മയോ ഇല്ല. അച്ഛനും അമ്മയും ഉപേക്ഷിച്ച് പോയതാണ്. ചന്ദ്രമതി അമ്മയുടെ ഹസ്ബൻഡും മരിച്ചു പോയതാണ്. അവർ രണ്ടും മാത്രമായിട്ട് ഇവിടെ താമസിക്കുന്നു. ചന്ദ്രമതി അമ്മ ഏകദേശം 18 വർഷമായിട്ട് ഇവിടെ ഉണ്ട്. കൊച്ചുമകനെ ഉപേക്ഷിച്ചതിന് ശേഷം കൊച്ചുമകനെയും കൊണ്ട് ചന്ദ്രമതി അമ്മ ഇവിടെ തന്നെയാണ് താമസിക്കുന്നത്. ഏകദേശം 1 വർഷം മുമ്പാണ് ഞങ്ങൾ ഈ ന്യൂസും കാര്യങ്ങളൊക്കെ അറിയുന്നത്. അങ്ങനെ അത് അറിഞ്ഞപ്പോൾ തന്നെ ഞങ്ങളെല്ലാവരും ഓടി വരികയും ഞങ്ങൾ ചങ്ങാതിക്കൂട്ടം വെൽഫെയർ അസോസിയേഷനിലെ എല്ലാ ആളുകളും ഇവിടെ വന്ന് അമ്മയെ കാണുകയും സംസാരിക്കുകയും ചെയ്തു. അന്നത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് വസ്തു ഇല്ലാതെ ഇരിക്കുക എന്നുള്ളതായിരുന്നു. ലാസ്റ്റിൽ ഇവിടുത്തെ നല്ല സുമനസുകളായ നാട്ടുകാരുടെയും കുറേ ന്യൂസുകാരുടെയും ഒക്കെ സഹായത്താൽ നമുക്ക് 5 സെൻറ്റ് വസ്തു ഈ വീടിനോട് അടുത്ത് തന്നെ, ഏകദേശം ഒരു 50 അടി പോലും ഇല്ല, ഇവിടുന്ന് ഒരു 50 അടി പോലും ഇല്ല, ആ വസ്തു പറയുമ്പോൾ നമുക്ക് 5 സെൻറ്റ് വസ്തു വരികയും അതിനുശേഷം നമ്മൾ കിണർ പണിയുകയും കാര്യങ്ങളെല്ലാം ചെയ്തു. ഇന്ന് ആ വീടിൻ്റെ കല്ലിടിയിൽ ചടങ്ങായിരുന്നു. ഹരിച്ചേട്ടനാണ് കല്ലിടിയിൽ ചടങ്ങ് എൻ്റെ കർമ്മം നിർവഹിച്ചത്. സത്യത്തിൽ ഹരിച്ചേട്ടനാണ് കല്ലിടാനായിട്ട് ഞങ്ങൾ വിചാരിച്ചിരുന്നത്. പക്ഷേ ഹരിച്ചേട്ടൻ പറഞ്ഞു ഒരിക്കലുമല്ല, ഇതിനകത്ത് കയറി കിടന്ന് അന്തി ഉറങ്ങേണ്ട അമ്മ തന്നെ വേണം ഇതിനകത്ത് കല്ലിടാനായിട്ട്. അങ്ങനെ ഹരിച്ചേട്ടൻ കല്ലെടുത്ത് അമ്മയ്ക്ക് കൊടുക്കുകയും അമ്മ കല്ലിടുകയും ചെയ്തു. പിന്നെ നമ്മുടെ ചങ്ങാതിക്കൂട്ടം വെൽഫെയർ അസോസിയേഷനെ പറ്റി പറയുകയാണെങ്കിൽ ചേട്ടൻ അറിയാം, ഇവിടെ എല്ലാവർക്കും അറിയാം. ഏകദേശം 4 വർഷമായിട്ട് നമ്മൾ ഈ ചങ്ങാതിക്കൂട്ടം വെൽഫെയർ അസോസിയേഷൻ ഇവിടെയുണ്ട്. ഏകദേശം 10-12 ലക്ഷം രൂപയുടെ അടുത്ത് വരുന്ന ചാരിറ്റികൾ നമ്മൾ നടത്തിയും കഴിഞ്ഞു. ഏകദേശം 10-12 ലക്ഷം രൂപയുടെ. അതിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും വലിയൊരു ബിഗ് പ്രൊജക്റ്റായിട്ടാണ് ഈ പറയുന്ന നമ്മുടെ ഈ വീട് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ കാണുന്ന പ്രേക്ഷകരും നാട്ടുകാരും എല്ലാം നമ്മളെ സഹായിക്കുമെന്നുള്ള വിശ്വാസത്തോടു കൂടിയാണ് ഞങ്ങൾ ഇറങ്ങിയിരിക്കുന്നത്. ഇതൊക്കെ തന്നെ ഉള്ളൂ പറയാൻ, വേറെ ഒന്നുമില്ല.